അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഹോം ടൂർ ചെയ്യണമെന്ന്. കാര്യം ഇത് റെൻ്റൽ ഹൗസാണ്. ഞങ്ങളിപ്പം ഒരു വർഷമായിട്ടില്ല എങ്കിലും ഒരു 10-11 മാസത്തോളം ഇവിടെ താമസിച്ചു. അപ്പം ഇവിടുന്ന് നാളെ പോകുവാണ്. അപ്പം അതിനു മുമ്പ് ചെറിയൊരു ഹോം ടൂർ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം ഇനി എപ്പോഴെങ്കിലും നമുക്കിതെടുത്ത് വെച്ച് നോക്കാൻ നേരത്തെ ഒരുപാട് മെമ്മറീസ് തന്നിട്ടുള്ളൊരു വീടാണ് എനിക്കും ചേട്ടനും. പിന്നെ എന്താ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. നമ്മൾ ഒറ്റക്കൊന്ന് മാറി നിൽക്കാൻ നേരത്തെ നമുക്കുണ്ടാകുന്ന കുറേ മാറ്റങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് ഈ വീട്ടിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയ സിറ്റ് ഔട്ടാണുള്ളത്. അതിൽ നിന്ന് നേരെ നമ്മൾ കയറുമ്പോഴത്തേക്കും ചെറിയൊരു ഹാളായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹാളിൻ്റെ 2 സൈഡിലും 2 റൂമാണുള്ളത്. ഒരു റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. ഈ റൂമിലാണ് ഞങ്ങൾ മിക്കപ്പോഴും അല്ല, ഈ റൂമിലാണ് ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് കിടന്നുറങ്ങുന്നത്. മറ്റേ റൂമിൽ ആരും കിടക്കാറില്ല. കാര്യം ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളല്ലോ. ഞങ്ങളിപ്പോൾ കിടക്കുന്ന റൂം ഏകദേശം കുറച്ച് വലുതാണ്. രണ്ടാമത്തെ റൂം ചെറിയ റൂമാണ്. അവിടെ ഞങ്ങൾ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ അവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം ആരെങ്കിലും വരുവാണെങ്കിൽ ഈ റൂമിൽ കിടക്കാം. പിന്നെ ഇതൊരു ചെറിയ വീടാണ്. ഒരു ചെറിയ ഫാമിലിക്ക് നിൽക്കാൻ പറ്റിയ വീടാണ്. പഴയ വീടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീട് എടുത്തത്. പക്ഷേ ഇത് വാർത്തതാണ്. എനിക്ക് ഓടിട്ട വീടായിരുന്നു ഇഷ്ടം, പക്ഷേ നമുക്ക് ഇതാണ് കിട്ടിയത്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടുക്കളയാണ്. അടുക്കള അത്യാവശ്യം നീളമുള്ളതാണ്. പിന്നെന്താ, നല്ല രസമാണ്. സൈഡൊക്കെ ഓപ്പണായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം ഇരിക്കാനൊക്കെ തോന്നും. അടുക്കളയിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ തന്നെ ഒരു കസേരയൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കും. എനിക്ക് ഈ അടുക്കള ഭയങ്കര എനിക്കിഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പോകുന്നത് ഈ അടുക്കളയിലുള്ള ഈ ഇരിപ്പും പിന്നെ എൻ്റെ പൂച്ച. എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയ പൂച്ചേനെ എനിക്കിപ്പോൾ എന്തായാലും വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ, അവിടെ ഉള്ളവരുടെ ഇഷ്ടവും നോക്കണ്ടേ. അതുകൊണ്ട് എനിക്കത് പറ്റത്തില്ല. പിന്നെ ഈ അടുക്കളയിൽ ഞാൻ കുക്ക് ചെയ്യത്തില്ലെങ്കിലും ചോറൊക്കെ വെച്ചിട്ട് അരിയൊക്കെ അടച്ച് ഇടുന്നത് ഇവിടെയാണ്. ഇത് പണ്ടത്തെ ഒരു വീടാണ്. ഇവർ കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. പിന്നെ ഞാൻ ഈ അടുപ്പിൽ ഞാൻ അങ്ങനെ ചോറൊന്നും വെക്കാറില്ല. ഗ്യാസിൽ തന്നെ ഇട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ച് അടച്ചിടുവന്നേ ഉള്ളൂ. പിന്നെ പാത്രമൊക്കെ കഴുകിയതും ഒക്കെ ഞാൻ ഇവിടെ വെച്ച് തന്നെ ഉണക്കിയെടുക്കും. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ മേളിൽ വാർത്തതാന്ന്, അതുകൊണ്ട് ടെറസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും തുണിയൊക്കെ നമുക്ക് മേളിലിട്ട് ഉണക്കിയൊക്കെ എടുക്കാം. അങ്ങനെ പിന്നെ സൈഡിലായിട്ട് ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും ഒന്നും പറ്റത്തില്ല. പിന്നെ നമുക്ക് ഒരു അലക്കുകല്ലുണ്ട്. ഈ വീട്ടിൽ പിന്നെ കുറേ പൈപ്പുണ്ട്. 2-3 കുടിവെള്ളത്തിൻ്റെ പൈപ്പുണ്ട്. പിന്നെ അല്ലാതെ നോർമൽ യൂസിന് വേണ്ടി വേറെയും പൈപ്പുണ്ട്. പിന്നെ അടുക്കളയുടെ അവിടെ ഷീറ്റാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്, 2 അടുക്കളയും. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു കിണറുണ്ട്. ഇതും കുടിവെള്ളത്തിൻ്റെ പൈപ്പാണ്. ഇതാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.